ഹരേകൃഷ്ണ എന്ന് വന്നു ചേർന്ന ഭക്തന്മാർക്ക് വിനീതമായ സ്വാഗതം. നമ്മളിന്ന് ശ്രീ ചൈതന്യ ചരിതാമൃതം 10-ാമത്തെ അധ്യായം ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകൾ എന്ന അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു അധ്യായത്തില് ചൈതന്യ മഹാപ്രഭുവിന്റെ പല പല എങ്ങനെയാണ് ഒരു വൃക്ഷത്തിലെ ശാഖകൾ അതുപോലെ തന്നെ ആക്ച്വലി ചൈതന്യ മഹാപ്രഭുവിന്റെ അനുയായികൾ അതുപോലെ തന്നെ ഉണ്ട്. അത്രയും അനുയായികളുണ്ട്. അപ്പൊ നമുക്കങ്ങനെ കുറെ ശ്ലോകങ്ങളായിട്ടാണ് ഉള്ളത്. നമ്മൾ വായിച്ച് മുന്നോട്ട് പോവാം. തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ പാർശ്വമാരും പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് തുടങ്ങാം. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല 10-ാമത്തെ അധ്യായം 24-ാമത്തെ ശ്ലോകം. രാഘവ പണ്ഡിത പ്രഭുര ആദ്യ അനുചര താൻര ഏക ശാഖ മുഖ്യ മകരധ്വജകര. രാഘവ പണ്ഡിത പ്രഭുര ആദ്യ അനുചര താൻര ഏക ശാഖ മുഖ്യ മകരധ്വജകര. രാഘവ പണ്ഡിത പ്രഭുര ആദ്യ അനുചര താൻര ഏക ശാഖ മുഖ്യ മകരധ്വജകര. ശബ്ദാർത്ഥം: രാഘവ പണ്ഡിതൻ പ്രഭുര മഹാപ്രഭുവിന്റെ ആദ്യത്തെ അനുചര അനുയായി താൻര അദ്ദേഹത്തിന്റെ ഏക ഒന്ന് ശാഖ മുഖ്യ പ്രധാനപ്പെട്ട മകരധ്വജം കര പുനനാമം. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ ക്രമമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തി സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ചൈതന്യ മഹാപ്രഭുവിന്റെ ആദ്യമ അനുയായി ആയിരുന്ന രാഘവ പണ്ഡിതൻ 7-ാമത്തെ ശാഖയായി അറിയപ്പെടുന്നു. അദ്ദേഹത്തിൽ നിന്ന് മകരധ്വജകരന്റെ നേതൃത്വത്തിലുള്ള ഒരു ഉപശാഖ ഉണ്ടായി. ഭാവാർത്ഥം: കരൻ എന്നത് മകരധ്വജന്റെ കുലനാമമായിരുന്നു. ഇപ്പോൾ ഈ കുടുംബനാമം പൊതുവെ കായസ്ഥ സമുദായത്തിലാണ് കാണപ്പെടുന്നത്. ഗൗരഗണോപദേശ ദീപിക 166 പ്രസ്താവിക്കുന്നു: ധനിഷ്ഠ ഭക്ഷ്യ സാമഗ്രീം കൃഷ്ണായാധാത് വ്രജേമിതാം സൈവ സാമ്പ്രതം ഗൗരാംഗ പ്രിയോ രാഘവ പണ്ഡിത. രാഘവ പണ്ഡിതൻ കൃഷ്ണലീലയിൽ വ്രജത്തിലെ വിശ്വസ്തനായ ഒരു ഗോപികയായിരുന്നു. ധനിഷ്ഠ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പൂർവ്വനാമം. ധനിഷ്ഠ ഗോപിക എല്ലായ്പ്പോഴും കൃഷ്ണന് വേണ്ടി നിവേദ്യങ്ങൾ തയ്യാറാക്കുന്നതിൽ വ്യാപൃതയായിരുന്നു. ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയാ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യ മനോഭിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാന്തീഷ്ടപദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുത പദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഖഗണനാഥാമിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജൻ സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ വിശാഖാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി നാമിനെ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. കോടി വൈഷ്ണവ. ഹരേ കൃഷ്ണ. നമ്മള് ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകൾ എന്ന അധ്യായം ആദിലയിലെ 10-ാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്ത് വരുന്നത്. അപ്പൊ നമുക്കിതില് ചൈതന്യ മഹാപ്രഭുവിന്റെ അനുയായികൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു വൃക്ഷത്തിന്റെ അനേകം ശാഖകൾ ഉള്ളതുപോലെ തന്നെ ഒരുപാട് ശാഖകളായിട്ട് ചൈതന്യ മഹാപ്രഭു സേവനം ചെയ്ത അനുയായികളെ പറ്റിയാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത് തുടങ്ങുന്നത് രാഘവ പണ്ഡിതൻ എന്ന ഒരു അനുയായിയാണ്. അപ്പൊ അദ്ദേഹം വന്നിട്ട് ഇവിടെ പറയുന്നു, രാഘവ പണ്ഡിതൻ എന്ന് പറയുന്നത് 7-ാമത്തെ ശാഖയായിട്ടാണ്. അപ്പൊ നമുക്ക് അങ്ങനെ അത് ഇവിടെ ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അദ്ദേഹം പല പല ശാഖകളെയും പല അതിനൊരു ഓരോരോ എണ്ണമായിട്ട് അതിനെ കൊടുത്തിരിക്കുകയാണ്. 7-ാമത്തെ ശാഖ, 8-ാമത്തെ ശാഖ, 9-ാമത്തെ ശാഖ. അപ്പൊ അതിൽ 7-ാമത്തെ ശാഖയിൽ ഉള്ള മെയിൻ ആയിട്ടുള്ള ആദ്യ അനുയായിയാണ് രാഘവ പണ്ഡിതൻ എന്ന് പറഞ്ഞ ഒരു ഭക്തൻ. പിന്നെ അതേ ഈ ശാഖ നമുക്കറിയാം, ചില വൃക്ഷങ്ങളുടെ ശാഖയിൽ നിന്ന് പിന്നെ വീണ്ടും നമുക്ക് ഉപശാഖകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഉപശാഖയാണ് ഇവിടെ മകരധ്വജ ആളുടെ നേതൃത്വത്തിലുള്ള വേറൊരു
ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പൊ രാഘവ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് അറിയാൻ സാധിക്കും, നമുക്ക് ചൈതന്യലീലയിൽ വരുന്ന എല്ലാ ഭക്തന്മാരും കൃഷ്ണലീലയിലും അവര് ഭഗവാന്റെ പാർഷദന്മാരായിരുന്നു. അതേ ഭക്തന്മാർ തന്നെയാണ് ചൈതന്യലീലയിലും അവതരിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഗൗര ഗണേശ ദീപിക എന്ന ഗ്രന്ഥത്തില് ഈ ചൈതന്യലീലയിൽ വന്ന ഭക്തന്മാര് ആരൊക്കെയാണ്, അവര് കൃഷ്ണലീലയിൽ ആരായിരുന്നു എന്നത് വളരെ വ്യക്തമായിട്ടും അതിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇതിൽ പറയുന്നു, എങ്ങനെയാണോ രാഘവ പണ്ഡിതൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഭഗവാന്റെ കൃഷ്ണലീല വ്രജത്തിലെ അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡിവോട്ടിയാണ്, ഒരു ഗോപികയായിരുന്നു. അപ്പൊ അവരുടെ പേരാണ് ധനിഷ്ഠ എന്ന് ആയിരുന്നു രാഘവ പണ്ഡിതൻ കൃഷ്ണലീലയിൽ അറിഞ്ഞിരുന്നത്. അപ്പൊ അദ്ദേഹം ധനിഷ്ഠ ഗോപി എന്ന് പറഞ്ഞാൽ അവരുടെ സേവനം എന്ന് പറഞ്ഞാൽ ഭഗവാന് നിവേദ്യങ്ങൾ തയ്യാറാക്കുന്നതിൽ എപ്പോഴും വ്യാപൃതനായിരുന്നു ആക്ച്വലി. അപ്പൊ അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ വരുന്ന ശ്ലോകങ്ങളിൽ എങ്ങനെയാണ് രാഘവ പണ്ഡിതൻ അദ്ദേഹം പ്രസാദം ചൈതന്യ മഹാപ്രഭു വേണ്ടി കൊണ്ടുപോയത് എന്നതും പറഞ്ഞിരുന്നു. അടുത്ത ശ്ലോകം 25. താഹാര ഭഗിനി ദമയന്തി പ്രഭുര പ്രിയ ദാസി പ്രഭുര ഭോഗ സാമഗ്രിയെ കരേവാരമാസി. താഹാര ഭഗിനി ദമയന്തി പ്രഭുര പ്രിയ ദാസി പ്രഭുര ഭോഗ സാമഗ്രിയെ കരേവാരമാസി. താഹാര ഭഗിനി ദമയന്തി പ്രഭുര പ്രിയ ദാസി പ്രഭുര ഭോഗ സാമഗ്രിയെ കരേവരവാസി. ശബ്ദാർത്ഥം താഹാര അദ്ദേഹത്തിന്റെ ഭഗിനി സഹോദരി ദമയന്തി പ്രഭുര മഹാപ്രഭുവിന്റെ പ്രിയപ്പെട്ട ദാസി ഭൃത്യ പ്രഭുര പ്രഭുവിന്റെ ഭോഗസാമഗ്രി ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള സാമഗ്രികൾ കരെ ചെയ്യുക വാരമാസി വർഷം മുഴുവൻ. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണകൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിവസ്വാമി പ്രഭുപാദ് പ്രഭുപാദ് ജയ്. വിവർത്തനം രാഘവ പണ്ഡിതന്റെ സഹോദരിയായ ദമയന്തി മഹാപ്രഭുവിന്റെ പ്രിയ ദാസിയായിരുന്നു. അവൾ എല്ലായ്പ്പോഴും മഹാപ്രഭുവിന് ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള പദാർത്ഥങ്ങൾ ശേഖരിക്കുമായിരുന്നു. ഭാവാർത്ഥം ശ്രീല ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തന്റെ അനുഭാഷ്യത്തിൽ ഇപ്രകാരം എഴുതുന്നു. ഗൗര ഗണോദേശ ദീപിക 167 പറയുന്നു, ഗുണമാല വ്രജേ യാസി ദമയന്തി തു തത് സ്വസ. ഗുണമാല എന്ന് നാമമുള്ള ഗോപിക രാഘവ പണ്ഡിതന്റെ സഹോദരി ദമയന്തിയായി പ്രത്യക്ഷപ്പെട്ടു. കൽക്കത്തയിലെ സിയാൽദ സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്ന പൂർവ്വ ബംഗാൾ റെയിൽവേ ലൈനിൽ കൽക്കട്ടയിൽ നിന്നും വളരെ ദൂരെ അല്ലാതെ സോദപുര എന്നൊരു സ്റ്റേഷനുണ്ട്. ഈ സ്റ്റേഷനിൽ നിന്ന് 1 മൈൽ ഉള്ളിൽ ഗംഗയുടെ പടിഞ്ഞാറ് വശത്തായുള്ള പാനിഹാട്ടി എന്ന ഗ്രാമത്തിലായിരുന്നു രാഘവ പണ്ഡിതന്റെ വാസം. അദ്ദേഹം താമസിച്ചിരുന്ന ഭവനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രാഘവ പണ്ഡിതന്റെ സമാധിക്ക് മുകളിൽ ഒരു കോൺക്രീറ്റ് തട്ടിന്മേൽ ഒരു വള്ളിച്ചെടി പടർന്നു നിൽക്കുന്നു. അടുത്തു തന്നെയുള്ള ഒരു ഇടിഞ്ഞ ക്ഷേത്രത്തിൽ ഒരു മദനമോഹന വിഗ്രഹമുണ്ട്. ശ്രീ ശിവചന്ദ്ര രായ ചൗധരി എന്നൊരു പ്രാദേശിക ജമീന്ദാരായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിച്ചിരുന്നത്. മകരധ്വജകരനും പാനിഹാട്ടി വാസിയായിരുന്നു. ഇവിടെ രാഘവ പണ്ഡിതന്റെ സഹോദരിയാണ് ദമയന്തി എന്ന് പറയുന്നത്. ഈ ദമയന്തി എന്ന് പറയുന്നവരും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുണമാല എന്ന ഗോപി ആയിട്ടാണ് ലീലകൾ ആടിയിരുന്നത്. അപ്പൊ രാഘവ പണ്ഡിതന്റെ സഹോദരി മഹാപ്രഭുവിന്റെ പ്രിയദാസിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ എപ്പോഴും എന്ത് ചെയ്യുന്ന വെച്ചാൽ മഹാപ്രഭുവിന്റെ ഭക്ഷണം പാകം ചെയ്യുന്ന പദാർത്ഥങ്ങൾ എപ്പോഴും ശേഖരിക്കും. അപ്പൊ എങ്ങനെയാണ് മഹാപ്രഭുവിന് നല്ല രീതിയിൽ ആത്മാർത്ഥതയോടെയും സ്നേഹത്തോടെയും ഭക്തിയോടും കൂടി എങ്ങനെ പാകം ചെയ്യാന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും ഈ രാഘവന്റെ സഹോദരിയായിട്ടുള്ള ദമയന്തി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കും ഇവര് ഗുണമാല എന്നാണ് കേൾക്കുന്നത്. അപ്പം നമുക്ക് നേരത്തെ അറിഞ്ഞു, നമ്മൾ ധനിഷ്ഠ ആയിരുന്നു രാഘവ പണ്ഡിതൻ വ്രജലീലയിൽ. ആ ധനിഷ്ഠയുടെ സഹോദരിയായിരുന്നു ഗുണമാല എന്ന് പറയുന്ന ഈ രാഘവ പണ്ഡിതന്റെ സഹോദരിയെ ദമയന്തി എന്ന് പറയുന്നത്. അപ്പം ഇതില് ശ്രീല പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തരികയാണ് ഈ ഭാവാർത്ഥത്തില് എങ്ങനെ അവർ താമസിച്ചിരുന്ന സ്ഥലം അല്ലെ. നമുക്കറിയാം ഇപ്പോഴും നമ്മൾ കൽക്കട്ടയിലൊക്കെ പോയി കഴിഞ്ഞാൽ മെയിൻ സ്റ്റേഷനാണ് സിയൽഡ എന്ന് പറഞ്ഞ മെയിൻ സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ ആ സ്റ്റേഷനിൽ നിന്ന് പിന്നെ നമുക്ക് അവിടുന്ന് നോർത്ത് സൈഡ്, ബംഗാളിന്റെ നോർത്ത് സൈഡിൽ പോകുന്ന സമയത്ത് അവിടെ സോദപൂര എന്ന സ്റ്റേഷൻ ഉണ്ട്. പിന്നെ അവിടെ നിന്നാണ് കുറച്ച് ദൂരം പാനിഹാട്ടി പറഞ്ഞ ഗ്രാമം ഇപ്പോഴും നമുക്ക് ഉണ്ട് അല്ലെ. നമുക്ക് പാനിഹാട്ടി ഫെസ്റ്റിവൽ ഒക്കെ നടന്നത് അവിടെയാണ്. രഘുനാഥദാസ് ഗോസ്വാമിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള
ഇല്ല, ദണ്ഡ ഫെസ്റ്റിവൽ എന്ന് പറയില്ല, ഫെസ്റ്റിവൽ ഓഫ് പനിഷ്മെന്റ് എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു പനിഹാട്ടി ചിതാദേഹി ഫെസ്റ്റിവലിലൂടെ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന് കാരുണ്യം രഘുനാഥദാസ് ഗോസ്വാമി കൊടുത്തത്. എങ്ങനെയാണ് കാരുണ്യം കൊടുത്തത്? അദ്ദേഹത്തിനെ കൊണ്ട് എല്ലാ വൈഷ്ണവന്മാർക്കും പ്രസാദം വിതരണം ചെയ്യാൻ പറഞ്ഞിട്ട്. അതായിരുന്നു ആ ഒരു ഫെസ്റ്റിവൽ. പനിഷ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും പ്രസാദം വയറ് നിറച്ച് കൊടുക്കാനുള്ള ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് അവിടെ പാനിഹാട്ടിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇസ്കോണിന്റെ ക്ഷേത്രമുണ്ട്, ഗംഗാനദി തീരത്ത് തന്നെയാണ്. അപ്പം അവിടെയാണ് നമ്മളിപ്പോ ഈ പറഞ്ഞ രാഘവ പണ്ഡിതന്റെ ആക്ച്വലി ജന്മസ്ഥലം, താമസിക്കുന്ന ഭവനമൊക്കെ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴും നമ്മൾ അവിടെ യാത്രയ്ക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പം അതാണ് ഈ ഒരു ശ്ലോകത്തില് ശീലപ്രഭു എന്ന് പറഞ്ഞിരുന്നത്. ഇനി അടുത്തൊരു ശ്ലോകം, ശ്ലോകം 26. സൈ സഭ സാമഗ്രിയത ജാലിദേ ബരിയ രാഘവലയ്യ യാന ഗുപത കരിയ. ശബ്ദാർത്ഥം: സേ സഭ അവയെല്ലാം, സാമഗ്രി പദാർത്ഥങ്ങൾ, യഥ അവയെല്ലാം, ജാലിദേ വരിയ സഞ്ചികളിൽ നിറയ്ക്കുക, രാഘവ പണ്ഡിതൻ, ലയ്യ വഹിച്ചു, യാന പോകുന്നു, ഗുപത കരിയ രഹസ്യമായി. വിവർത്തനം: ചൈതന്യ ഭഗവാൻ ജഗന്നാഥ്പുരിയിൽ ആയിരുന്നപ്പോൾ അവിടുന്ന് വേണ്ടി ദമയന്തി പാകം ചെയ്ത ഭക്ഷണങ്ങൾ അവിടെ സഹോദരൻ രാഘവൻ മറ്റാരും അറിയാതെ സഞ്ചികളിൽ നിറച്ച് കൊണ്ടുപോയി. ശ്ലോകം 27. വാരാമാസ താഹ പ്രഭു കരേന അംഗീകാര രാഘവേര ജാലി ബലി പ്രസിദ്ധി ആഹാര. ശബ്ദാർത്ഥം: വാരമാസ, വർഷം മുഴുവൻ, താഹ ആ ഭക്ഷണങ്ങളെല്ലാം, പ്രഭു ചൈതന്യ മഹാപ്രഭു കരേന ചെയ്തു, അംഗീകാര സ്വീകരിച്ചു, രാഘവേര ജാലി രാഘവ പണ്ഡിതന്റെ സഞ്ചികൾ, ബലി പറയപ്പെട്ടു, പ്രസിദ്ധമായി, യഹാര ഏതിന്റെ. വിവർത്തനം: ഭഗവാൻ ഈ ഭക്ഷണങ്ങൾ വർഷം മുഴുവൻ സ്വീകരിച്ചു. ആ സഞ്ചികൾ ഇന്നും രാഘവേര ജാലി രാഘവ പണ്ഡിതന്റെ സഞ്ചികൾ എന്ന പേരിൽ പ്രസിദ്ധമാണ്. ശ്ലോകം 28. സേസഭ സാമഗ്രിയാകെ കരീബ വിസ്താര യാഹാര ശ്രവേന ഭക്തേര വഹെ അശ്രുധാര. സേസഭ സാമഗ്രിയാകെ കരീബ വിസ്താര യാഹാര ശ്രവനെ ഭക്തേര വഹെ അശ്രുധാര. സേസഭ സാമഗ്രിയാകെ കരീബ വിസ്താര യാഹാര ശ്രവനെ ഭക്തേര വഹെ അശ്രുധാര. ശബ്ദാർത്ഥം: സേസഭ ഈ സാധനങ്ങളെല്ലാം, സാമഗ്രി ഭക്ഷണ പദാർത്ഥങ്ങൾ, ആകെ കൂടുതലായി, കരിബ വിവരിക്കാം, വിസ്താര വിസ്തരിച്ച്, ആഹാര ഏതിന്റെ, ശ്രവണെ ശ്രവിക്കുന്നതിലൂടെ, ഭക്തേരെ ഒരു ഭക്തന്റെ, വഹേ ഒഴുകുക, അശ്രുധാര കണ്ണുനീർ. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ പരമാമൂർത്തി ശ്രീ ശ്രീമദ് അരവിന്ദ ഭക്തി ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: രാഘവ പണ്ഡിതന്റെ സഞ്ചികളിൽ ഉണ്ടായിരുന്നവയെ കുറിച്ച് ഞാൻ ഈ ഗ്രന്ഥത്തിൽ പിന്നീട് വിവരിക്കാം. ഈ വർണ്ണന ശ്രവിക്കുന്ന ഭക്തന്മാർ സാധാരണയായി കരയുകയും അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി നിറയുകയും ചെയ്യും. ഭാവാർത്ഥം: ഈ രാഘവേര ജാലിയുടെ വിപുലമായ വിവരണം ശ്രീചൈതന്യ ചരിതാമൃതം അന്ത്യലീല ഭാഗത്ത് 10-ാം അധ്യായത്തിൽ കാണാം. ഇവിടെ രാഘവ പണ്ഡിതൻ വന്നിട്ട് വർഷത്തില് അദ്ദേഹം ബംഗാളിൽ നിന്ന് ജഗന്നാഥ്പുരിയിൽ, നമുക്കറിയാം ചൈതന്യ മഹാപ്രഭു സന്യാസം എടുത്ത ശേഷം പിന്നീടുള്ള 24 വർഷങ്ങൾ അദ്ദേഹം നമ്മൾ നോക്കുകയാണെങ്കിൽ 18 വർഷങ്ങളോളം, 6 വർഷം അദ്ദേഹം സൗത്ത് ഇന്ത്യൻ യാത്രയ്ക്ക് പോയി അല്ലെ. പിന്നെ അതിനുശേഷം 18 വർഷം അദ്ദേഹം ജഗന്നാഥ്പുരിയിലായിരുന്നു. അദ്ദേഹം സന്യാസം എടുത്ത ശേഷം അവിടെയായിരുന്നു അദ്ദേഹം നിന്നിരുന്നത്. അപ്പൊ വർഷത്തിലൊരിക്കൽ ഇവരെല്ലാവരും ജഗന്നാഥ്പുരിയിലോട്ട് പോകും. രഥയാത്രയ്ക്ക് പോകുന്ന സമയത്ത് ഇപ്പൊ എല്ലാ നവദ്വീപിലുള്ള വാസികളൊക്കെ ഒത്തുചേർന്ന് അവർ പോകും. സങ്കീർത്തനം ചെയ്തുകൊണ്ട് ജഗന്നാഥ്പുരിയിൽ പോയി ജഗന്നാഥ രഥയാത്ര പങ്കെടുത്ത് ചൈതന്യ മഹാപ്രഭുവിന്റെ സംഘം നേടി അവർ തിരിച്ചു വന്ന് സച്ചി മാതയ്ക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പൊ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ്പുരിയിലായ സമയത്ത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ വർഷത്തിലൊരിക്കൽ എന്ത് ചെയ്യും, ഇപ്പൊ ഈ ദമയന്തിയാണ് വളരെ മനോഹരമായിട്ടും ഇല്ല, വളരെ അത്രയും ആത്മാർത്ഥതയോടും ഭക്തിയോടും കൂടി രുചികരമായിട്ടുള്ള പ്രസാദം അവര് പാകം ചെയ്ത ശേഷം അതിനെന്ത് ചെയ്യും, ആരും അറിയാതെ ഈ രാഘവ പണ്ഡിതൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു സഞ്ചികളിൽ അതിനെടുത്ത് മാറ്റും, പല പല സഞ്ചികളായിട്ട്. അപ്പൊ അത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, അന്ത്യലീല നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനെ അവർ നിറച്ച് ഓരോ ഐറ്റംസിനെ ഉണ്ടാക്കി നല്ല രീതിയിൽ അതിനെ കെട്ടി നല്ല രീതിയിൽ അതിനെ സംരക്ഷിച്ച് വെക്കുകയും ചെയ്യും. അപ്പം പല രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കും, അതായത് കുറെ നാളുകൾക്കുള്ള ഭക്ഷണങ്ങളാണ്, മാസങ്ങൾക്കുള്ള ഭക്ഷണമാണ് അവർ പാകം ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന് അപ്പൊ ഈ ഒരു വർഷം മുഴുവൻ ആ പ്രസാദം സ്വീകരിച്ചു, ആക്ച്വലി മാസങ്ങളോളം, വർഷം മുഴുവൻ. കാരണം അതിനനുസരിച്ചാണ് അവർ അത്രയും പ്രത്യേകതയോടെ അവർ ഉണ്ടാക്കി വെച്ച്, അത് ഏതാണ് ആദ്യം കഴിക്കേണ്ടത് അതിനെ മാറ്റി ആദ്യം വെച്ച് അതിന് ചൈതന്യ മഹാപ്രഭുവിന് കൊടുക്കുകയും ചെയ്യും. അത് ഒരു വർഷം വരെയും നിൽക്കുന്ന രീതിയിലുള്ള പ്രസാദങ്ങളാണ് അവർ
ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ സഞ്ചികളെ പറയുന്ന പേരാണ് ജാലി. ജാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചികൾ എന്നാണ്. അപ്പൊ രാഘവേര ജാലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രസിദ്ധമായ കാര്യമാണ്. കാരണം രാഘവ പണ്ഡിത് വരുമ്പോൾ എന്തായാലും അറിയാം അദ്ദേഹത്തിലൂടെ പ്രസാദം കൂടെ എപ്പോഴും ഉണ്ടാവും, ചൈതന്യമാപ്പുള്ള പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ടാവും എന്ന കാര്യമാണ് അതിൽ പറയുന്നത്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അന്ത്യലീലയിൽ കാണാൻ സാധിക്കും. 10-ാം അധ്യായത്തിൽ അത് വിവരിക്കുന്നത്. കാരണം ഇപ്പൊ ഇനീഷ്യലി ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി എന്താ ചെയ്യുന്നത് വെച്ചാൽ അദ്ദേഹം ചിന്തിക്കുന്നത് എനിക്ക് ഈ ഗ്രന്ഥം പൂർണ്ണമായിട്ടും തീർക്കാൻ സാധിക്കുമോ അറിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ആദ്യം തന്നെ അദ്ദേഹം ഒരു സമ്മറൈസേഷൻ ആണ് കൊടുക്കുന്നത്. കാരണം എല്ലാ ചൈതന്യ മഹാപ്രഭുവിന്റെയും പല പല ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ പല പല അനുയായികളുടെ ശാഖകളെ പറ്റിയൊക്കെ വിവരിച്ച ശേഷം പിന്നെ ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോരോ കാര്യങ്ങളും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന് കാരുണ്യമാണ്. കാരണം എന്ന് ചിന്തിക്കുന്നത്, ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു കാര്യം മാത്രം ഒരുപാട് ഡീറ്റെയിൽ എഴുതിക്കാൻ ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് ഇനി വരാൻ പോകുന്ന ആൾക്കാർക്ക് അത് അറിയാൻ സാധിക്കില്ലല്ലോ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആദ്യം ഇതിനെ ചെറിയ രീതിയിൽ ഈ ആദ്യ ലീലയിൽ അത് സംക്ഷിപ്തമായിട്ട് എഴുതി പിന്നെ അന്ത്യലീലയിലും മധ്യലീലയിലും അതിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്ത ശ്ലോകം 29. പ്രഭുര അത്യന്ത പ്രിയ പണ്ഡിത ഗംഗാദാസ യാഹാര സ്മരണേ ഹയ സർവബന്ധനാശ. പ്രഭുര അത്യന്ത പ്രിയ പണ്ഡിത ഗംഗാദാസ യാഹാര സ്മരണേ ഹയ സർവബന്ധനാശ. പ്രഭുര അത്യന്ത പ്രിയ പണ്ഡിത ഗംഗാദാസ യാഹാര സ്മരണ ഹയ സർവബന്ധനാശ. ശബ്ദാർത്ഥം പ്രഭുര മഹാപ്രഭുവിന്റെ അത്യന്ത പ്രിയ അത്യന്തം പ്രിയപ്പെട്ട പണ്ഡിത ഗംഗാദാസ ഗംഗാദാസ പണ്ഡിതൻ യാഹാര ആര് സ്മരണേ സ്മരിക്കുന്നതിലൂടെ ഹയ ആയി തീർന്നു സർവബന്ധനാശ ബന്ധന വിമുക്തി. വിവർത്തനം: ഗംഗാദാസ പണ്ഡിതൻ ശ്രീചൈതന്യ വൃക്ഷത്തിന്റെ 8-ാമത്തെ പ്രിയപ്പെട്ട ശാഖയായിരുന്നു. അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ സ്മരിക്കുന്ന ഒരുവൻ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടുന്നു. ശ്ലോകം 30. ചൈതന്യ പാർഷദ ശ്രീ ആചാര്യ പുരന്ദര പിതാകരിയാൻഡ്രേ ബലെ ഗൗരംഗ സുന്ദര. ചൈതന്യ പാർഷദ ശ്രീ ആചാര്യ പുരന്ദര പിതാകരിയാൻഡ്രേ ബലെ ഗൗരംഗ സുന്ദര. ചൈതന്യ പാർഷദ ശ്രീ ആചാര്യ പുരന്ദര പിതാകരിയാൻഡ്രേ ബലെ ഗൗരംഗ സുന്ദര. ശബ്ദാർത്ഥം ചൈതന്യ പാർഷദൻ ശ്രീ ആചാര്യ പുരന്ദരാചാര്യൻ പിതാവ് അമ്മ എടുത്തത് പിതാവ് കരി സ്വീകരിച്ചു. അമ്മ ഇത് കഴിക്കുമ്പോ ഉറപ്പ് വരുന്നതിന് അമ്മ ഇതെടുത്ത് വെച്ചിടാ. ഹരേ കൃഷ്ണ, മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. എടുത്തോ. ശബ്ദാർത്ഥം ചൈതന്യ പാർഷദൻ ശ്രീ ആചാര്യ പുരന്ദരാചാര്യൻ പിതാവ് കരി സ്വീകരിച്ചു. യാൻഡ്രേ ആരെ ബലെ പറയുന്നു ഗൗരാംഗ സുന്ദര ചൈതന്യ മഹാപ്രഭു. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദവേ ശരണാരവിന്ദ ഭക്തി സ്വാമി ശീല പ്രഭുപാദയ്ക്ക് ജയ്. വിവർത്തനം: 9-ാമത്തെ ശാഖയായ ശ്രീ പുരന്ദരാചാര്യൻ ചൈതന്യ ഭഗവാന്റെ ഒരു സന്തത സഹചാരി ആയിരുന്നു. അവിടുന്ന് അദ്ദേഹത്തെ തന്റെ പിതാവായി സ്വീകരിച്ചു. ഭാവാർത്ഥം: മഹാപ്രഭു എപ്പോഴെല്ലാം രാഘവ പണ്ഡിതന്റെ ഭവനം സന്ദർശിച്ചിരുന്നുവോ അപ്പോഴെല്ലാം ഉടൻ തന്നെ പുരന്ദരാചാര്യന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയും ഭഗവാൻ ആ ഗൃഹവും സന്ദർശിച്ചിരുന്നു എന്നും ചൈതന്യ ഭാഗവതത്തിൽ വിവരിച്ചിട്ടുണ്ട്. പുരന്ദരാചാര്യനെ അത്യന്തം ഭാഗ്യവാനായി കരുതണം. എന്തുകൊണ്ടെന്നാൽ മഹാപ്രഭു പതിവ് അദ്ദേഹത്തെ പിതാവെന്ന് സംബോധന ചെയ്ത് സ്വീകരിക്കുകയും അത്യന്തം സ്നേഹത്തോടെ ആശ്ലേഷിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ നമുക്ക് അടുത്തൊരു 2 ശാഖകളെ പറ്റി പറഞ്ഞു. ഗംഗാദാസ് പണ്ഡിതൻ എന്ന് പറഞ്ഞ ഒരു ഭഗവാന്റെ ഒരു ഭക്തൻ, അദ്ദേഹമാണ് ചൈതന്യവൃക്ഷത്തിന്റെ 8-ാമത്തെ ശാഖയായിട്ട് പറയുന്നത്. ഇപ്പൊ ഗംഗാദാസ് പണ്ഡിതനെ പറ്റി നമുക്ക് വരുന്ന അധ്യായത്തിൽ വരും. അപ്പൊ അദ്ദേഹത്തിന്റെ എത്രത്തോളം അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഭക്തി എത്ര പ്രേമത്തോടെയാണ് ചൈതന്യ മഹാപ്രഭു സേവനം ചെയ്തിരുന്നത്, അതിനെപ്പറ്റി നമ്മൾ സ്മരിച്ചാൽ തന്നെ ഒരുവന് എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കുന്നതാണ് ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, എന്തിനാണ് നമ്മൾ ഇത്രയും ഹിസ്റ്ററി പോലൊക്കെ ഈ ചൈതന്യ മഹാപ്രഭുവിനെ പറ്റി ശാഖകളെ പറ്റി നമ്മൾ വായിക്കുന്നത്, എന്താണ് അതിനെ കൊണ്ട് നമുക്ക് നേട്ടം എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാം. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ ഓരോ ഭക്തന്മാരും എങ്ങനെയാണോ നമ്മളൊരു ഡയമണ്ട് അല്ലെങ്കിൽ ഒരു ഡയമണ്ട് എടുത്ത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയമണ്ടിൽ നമുക്ക് പല പല ഫേസസ് ഉണ്ടാവും അല്ലെ, തിളങ്ങുന്ന പല പല ഫേസസ് ഉണ്ടാവും. അപ്പൊ അതിൽ ഓരോ ഫേസും ഓരോ തിളക്കം തരാണ്. അപ്പൊ ആ ഓരോ ഒരുപാട് അതിന് ഫേസസ് ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണോ ഈ പല പല ഫേസുകൾ ആ ഡയമണ്ടിന്റെ ഭംഗി കൂട്ടുന്നു, അതുപോലെ തന്നെ ഈ ഭക്തന്മാരാണ് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഭഗവാന്റെ ഭംഗി കൂട്ടുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ. കാരണം എത്രത്തോളം ആ ഭക്തന്മാർ ഭഗവാനെ സേവനം ചെയ്യുന്നത് കാണുമ്പോഴാണ് നമുക്കും ആ ഭഗവാനത്തിലുള്ള ഭക്തി നമുക്ക് വരുന്നത്. അപ്പൊ ഒരിക്കലും ഭഗവാനെ നമുക്ക് ഭക്തന്മാരുടെ അല്ലാതെ നമുക്ക് ഭഗവാൻ അറിയാൻ സാധിക്കില്ല അല്ലെ.
ഭക്തിയാമോ അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? ഭക്തിയിലൂടെയും ഭഗവാന്റെ ഭക്തന്മാരിലൂടെ മാത്രമാണ് നമുക്ക് ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ള കാര്യം പറയുന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഓരോ ശാഖകളെ പറ്റി ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഓരോ ഭക്തന്മാരും അത്യുന്നതന്മാരാണ് ആക്ച്വലി. കാരണം അവർ ഓരോ രീതിയിലാണ് ചൈതന്യ മഹാപ്രഭുവിനെ സേവനം ചെയ്തിരിക്കുന്നത്. കാരണം അവരുടെ ഏക ഉദ്ദേശം എന്താണ്? എനിക്ക് എങ്ങനെ ചൈതന്യ മഹാപ്രഭുവിനെ സന്തോഷപ്പെടുത്താം, എങ്ങനെ ചൈതന്യ മഹാപ്രഭുവിനെ സംതൃപ്തിപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഒരു ഭക്തന്റെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം. നമുക്ക് എങ്ങനെ ഭഗവാനെ സന്തോഷിപ്പിക്കാം, അതേസമയത്ത് ഭക്തന്മാരെയും സന്തോഷിപ്പിക്കാം എന്നുള്ളതാണ് ലക്ഷ്യം. പിന്നെ 9ാമത്തെ ശാഖ എന്ന് പറയുന്നത് പുരന്ദരാചാര്യൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അപ്പം അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു സഹചാരി ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവിന് ഓരോ ഭക്തമായിട്ട് ഓരോ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പം അദ്ദേഹത്തിന് പിതാവായിട്ടായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത് എന്ന് പറയുന്നു. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ പുരന്ദരാചാര്യൻ എന്ന് പറയുന്നത് അദ്ദേഹം പാനിഹാട്ടിക്ക് അടുത്തായിരുന്നു താമസിച്ചിരുന്നത്. അപ്പൊ എപ്പോഴെല്ലാം രാഘവ പണ്ഡിതനെ അദ്ദേഹം ഭവനം സന്ദർശിക്കുന്ന സമയത്തൊക്കെ പുരന്ദരാചാര്യന്റെ ഭവനത്തിൽ അദ്ദേഹം എപ്പോഴും പോയിക്കൊണ്ടേയിരുന്നു. അപ്പം എപ്പോഴും അപ്പൊ പുരന്ദരാചാര്യൻ അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ഓരോ തവണ അവിടെ പോയി അദ്ദേഹത്തിന് അച്ഛനെ പോലെ കണ്ട് വളരെ സ്നേഹത്തോടെ പെരുമാറായിരുന്നു. എങ്ങനെയാണോ ഒരു മകൻ അച്ഛൻ്റെ അടുത്ത് ആ സ്നേഹം പങ്കിടുന്നത്, അതുപോലെ തന്നെയാണ് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ആയിരുന്നു ചൈതന്യ മഹാപ്രഭുവിന് ഈ പുരന്ദരാചാര്യനുമായിട്ട് ഉണ്ടായിരുന്നു. അപ്പം എപ്പോഴും അദ്ദേഹത്തിന് കാണുമ്പോഴും സ്നേഹത്തോടെ ആശ്ലേഷിക്കുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്യും ആക്ച്വലി ഈ പുരന്ദരാചാര്യൻ അദ്ദേഹത്തിന് വന്നു. അപ്പൊ ഇതാണ് നമുക്ക് ഈ ഒരു 30ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്തത് 31ാമത്തെ ശ്ലോകം. ദാമോദര പണ്ഡിത ശാഖ പ്രമേതെ പ്രചണ്ഡ പ്രഭുര ഉപരെ ഏൻഹോ കൈലവാക്യദണ്ഡ. ശബ്ദാർത്ഥം ദാമോദര പണ്ഡിതൻ ശാഖ മറ്റൊരു ശാഖ 10ാമത്തെ ശാഖ പ്രേമേത്തെ സ്നേഹത്തിൽ പ്രചണ്ഡ ഉയർന്നത് പ്രഭുവിന്റെ ഉപരെ മീതെ ഏൻഹോ അദ്ദേഹം കൈല ചെയ്തു വാക്യദണ്ഡ വാക്കുകൾ കൊണ്ട് ശിക്ഷിച്ചു. വിവർത്തനം. ചൈതന്യവൃക്ഷത്തിന്റെ 10ാമത്തെ ശാഖയായ ദാമോദര പണ്ഡിതൻ ചൈതന്യ ഭഗവാനോടുള്ള സ്നേഹത്തിൽ അത്യുന്നതനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ സങ്കോചമില്ലാതെ മഹാപ്രഭുവിനെ ശക്തമായ വാക്കുകളാൽ ശിക്ഷിച്ചു. ശ്ലോകം 32. ദണ്ഡക ദാകഹി ബാഗെ വിസ്താര കരിയ ദണ്ഡേ തുഷ്ട പ്രഭു താണ്ടെ പാഠായില നദിയ. ദണ്ഡക ദാകഹി ബാഗെ വിസ്താര കരിയ ദണ്ഡേ തുഷ്ട പ്രഭു താണ്ടെ പാഠായില നദിയ. ദണ്ഡക ദാകഹി ബാഗെ വിസ്താര കരിയ ദണ്ഡേ തുഷ്ട പ്രഭു താണ്ടെ പാഠായില നദിയ. ശബ്ദാർത്ഥം. ദണ്ഡകഥ അത്തരം ശിക്ഷയുടെ വർണ്ണന, കഹിബ പറയാം, ആകെ മുന്നോട്ട്, വിസ്താര വിശദമായ വിവരണം, കരിയ ഉണ്ടാക്കുക, ദണ്ഡെ ഒരു ശിക്ഷയുടെ കാര്യത്തിൽ, തുഷ്ട പ്രഭു സന്തുഷ്ടനായി, താൻറെ അദ്ദേഹത്തെ, പാടായില തിരിച്ചയച്ചു, നദിയ ബംഗാളിലെ ഒരു ജില്ല. വിവർത്തനം. ഭാവാർത്ഥം. കൃഷ്ണ കർമാവർത്തി ശിഷ്യമത ചരണാരവിന്ദ ഭക്തി ജയ്. വിവർത്തനം. ഈ വിധമുള്ള ശിക്ഷയുടെ സംഭവം ചൈതന്യ ചരിതാമൃതത്തിൽ ഞാൻ പിന്നീട് വിശദമായി വിവരിക്കാം. ഈ ശിക്ഷയിൽ സംതൃപ്തനായ മഹാപ്രഭു ദാമോദര പണ്ഡിതനെ നവദ്വീപിലേക്ക് അയച്ചു. ഭാവാർത്ഥം. മുമ്പ് വ്രജത്തിൽ ശൈബ്യൻ എന്നറിയപ്പെടുന്ന ദാമോദര പണ്ഡിതൻ ചൈതന്യ ഭഗവാനിൽ നിന്നുള്ള സന്ദേശങ്ങൾ സച്ചി മാതാവിന് പതിവായി എത്തിച്ചു കൊടുക്കുമായിരുന്നു. രഥോത്സവ സമയത്ത് അദ്ദേഹം സച്ചി മാതാവിന്റെ സന്ദേശങ്ങൾ മഹാപ്രഭുവിന് എത്തിച്ചു കൊടുത്തു. അപ്പൊ ഇവിടെ അടുത്തൊരു 10ാമത്തെ ശാഖയുള്ള ദാമോദര പണ്ഡിതൻ എന്നൊരു ഉയർന്നൊരു ഭക്തനെ പറ്റിയാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതില് ഒരു ലീല വരുന്നുണ്ട്. അപ്പൊ നമുക്കത് വരുന്ന ഭാഗങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. നമുക്ക് അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നുണ്ട് എങ്ങനെയാണ് അദ്ദേഹം മഹാപ്രഭുവായിട്ട് ശക്തമായിട്ട് അദ്ദേഹം വാക്കുകളാൽ ശിക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു അദ്ദേഹം ഒരിക്കലും. അപ്പൊ നമുക്ക് അറിയാം ഭഗവാനും ഭക്തന്മാരും തമ്മിൽ പല രീതിയിലാണ് അവരുടെ ലീലകൾ നടക്കുന്നത്. അപ്പൊ ചില ഭക്തന്മാർ സ്നേഹത്തോടെ സേവനം ചെയ്യും, ചില ഭക്തന്മാർ ചിലപ്പം ഭഗവാനെ വാക്കുകൾ കൊണ്ട് ശകാരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കുന്നത് ഭൗതികമായിട്ട് നമുക്ക് തോന്നും ഇതെന്താണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അറിയാൻ സാധിക്കും ഭക്തന്മാര് ഭഗവാൻ എല്ലാ രസത്തിലും ഭഗവാനെ ഭക്തമായിട്ട് ആക്ച്വലി ബന്ധപ്പെടാൻ ആഗ്രഹിക്കും. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം ചില ഭക്തന്മാര് ആ രീതിയിലാണ് ഭഗവാനെ കാണുന്നത്. ചിലപ്പോൾ ചിലവര് ഭഗവാനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലായിരിക്കും അവര് ഭഗവാനായിട്ട് ലീലകൾ ആടുന്നത്. ചിലവർ ഭഗവാനെ ഒരു സേവകൻ എന്ന മൂഡിലായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇവിടെ ഈ ലീല പറയുന്നത്. അപ്പം അതിലും പറയുന്നു ഈ ഒരു കാരണം ഈ ദാമോദര പണ്ഡിതൻ എന്ന് പറയുന്ന ആ ഒരു ഭക്തൻ വ്രജത്തിൽ ശൈബ്യൻ എന്നറിയപ്പെടുന്ന ആളായിരുന്നു. അപ്പൊ ഇദ്ദേഹം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ആക്ച്വലി ഒരു മെസ്സഞ്ചർ ആണ് അദ്ദേഹം. അതായത് നമുക്കറിയാം സച്ചി മാതാവ് ചൈതന്യ സന്യാസം എടുത്ത ശേഷം സച്ചി മാതാവ് ആക്ച്വലി അവർ റിക്വസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കില്ല, ഇത്രയും ദൂരെ പോയി നിന്നല്ല. അപ്പൊ അതുകൊണ്ട് ചൈതന്യ പറയുന്നു, എന്നാൽ ഞാൻ
ജഗന്നാഥ്പുരിയിൽ പോയി നിൽക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ സച്ചി മാതാവിന് ചൈതന്യ മഹാപ്രഭുവിന്റെ വിശേഷങ്ങളെ പറ്റിയും സന്ദേശങ്ങളെ പറ്റിയൊക്കെ നിരന്തരം പാസ് ചെയ്യുന്ന ഒരു മെസ്സഞ്ചറാണ് ഈ ദാമോദര പണ്ഡിതൻ എന്ന് പറയുന്നത്. അദ്ദേഹം ആ സേവനമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം രഥോത്സവ സമയത്ത് സച്ചി മാതാവിന്റെ സന്ദേശങ്ങൾ അദ്ദേഹം എത്തിക്കുകയും ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ ശേഷം മഹാപ്രഭുവിന്റെ സന്ദേശങ്ങൾ തിരിച്ച് സച്ചി മാതാവ് എത്തിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു മെസ്സഞ്ചറിന്റെ ഒരു സേവനമായിരുന്നു ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ശ്ലോകം 33. താഹാര അനുജ ശാഖ ശങ്കര പണ്ഡിത പ്രഭു പാദാന യാത്ര നാമ വിദിത. ശബ്ദാർത്ഥം: താഹാര അദ്ദേഹത്തിന്റെ, ദാമോദര പണ്ഡിതന്റെ അനുജ ഇളയ സഹോദരൻ, ശാഖ 12ാമത്തെ ശാഖ, ശങ്കര പണ്ഡിതൻ, മഹാപ്രഭുവിന്റെ പാദരക്ഷ യാത്ര നാമം വിദിത പ്രശസ്തമായി. വിവർത്തനം: 11ാമത്തെ ശാഖ ദാമോദര പണ്ഡിതന്റെ ഇളയ സഹോദരനായ ശങ്കര പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഭഗവാന്റെ പാദരക്ഷകൾ എന്ന രീതിയിൽ പ്രശസ്തനായിരുന്നു. ശ്ലോകം 34. സദാശിവ പണ്ഡിത യാത്ര പ്രഭു ആശാ പ്രഥമേ നിത്യാനന്ദേര യാത്ര ധരേ വാസ. സദാശിവ പണ്ഡിത യാത്ര പ്രഭു ആശാ പ്രഥമേ നിത്യാനന്ദരേ യാത്ര ഗരേ വാസ. സദാശിവ പണ്ഡിത യാത്ര പ്രഭു ആശാ പ്രഥമേ നിത്യാനന്ദേര യാത്ര ഗരേ വാസ. ശബ്ദാർത്ഥം: സദാശിവ പണ്ഡിതൻ യാത്ര ആരുടെ, മഹാപ്രഭുവിന്റെ പാദങ്ങളിൽ, ആശ നിരന്തരമായ ആഗ്രഹം, പ്രഥമേ ആരംഭത്തിൽ, നിത്യാനന്ദന്റെ യാത്ര ആരുടെ, ഗൃഹത്തിൽ വസിക്കുക. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാവർത്ത ശ്രീ ശ്രീമദ് ജനാനന്ദ ഭക്തി സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് ജയ്. വിവർത്തനം: 12ാമത്തെ ശാഖയായ സദാശിവ പണ്ഡിതൻ മഹാപ്രഭുവിന്റെ പാദങ്ങളിൽ എല്ലായ്പ്പോഴും സേവാകാംക്ഷയുള്ളവനായിരുന്നു. നിത്യാനന്ദ പ്രഭുവിന്റെ നവദ്വീപിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഗൃഹത്തിൽ വസിച്ചത് അദ്ദേഹത്തിന്റെ സൗഭാഗ്യമായിരുന്നു. ഭാവാർത്ഥം: സദാശിവ പണ്ഡിതൻ ഒരു പരിശുദ്ധ ഭക്തനായിരുന്നു എന്നും നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തിന്റെ വസതിയിൽ താമസിച്ചുവെന്നും ചൈതന്യഭാഗവതം അന്ത്യഖണ്ഡം 9ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് 11ാമത്തെയും 12ാമത്തെയും ശാഖകളെ പറ്റിയാണ്. 11ാമത്തെ ശാഖ എന്ന് പറയുന്നത് ദാമോദര പണ്ഡിതന്റെ ഇളയ സഹോദരനായ ശങ്കര പണ്ഡിതൻ എന്ന ഒരു ഭക്തനായിരുന്നു. അദ്ദേഹം ഭഗവാന്റെ പാദരക്ഷ എന്ന രീതിയിലായിരുന്നു അദ്ദേഹം ഭഗവാനെ സേവനം ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് അദ്ദേഹം പ്രശസ്തനായിരുന്നു. പിന്നെ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നു, 12ാമത്തെ ശാഖ സദാശിവ പണ്ഡിതൻ എന്ന് പറഞ്ഞ ഒരു പരിശുദ്ധ ഭക്തൻ. അദ്ദേഹം വന്നിട്ട് മഹാപ്രഭുവിന്റെ പാദങ്ങളിൽ എപ്പോഴും സേവനം ചെയ്യുക എന്നുള്ള ആറ്റിറ്റ്യൂഡാണുള്ളത്. അപ്പൊ നമുക്ക് ഒരു വ്യക്തിയുടെ പാദങ്ങളിൽ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? ആക്ച്വലി അദ്ദേഹത്തിന്റെ വാക്യങ്ങളെ നമ്മൾ നിറവേറ്റുക എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? നമ്മളെപ്പോഴും പറയില്ലേ, നമ്മൾ ചിലപ്പോൾ അങ്ങയുടെ പാദങ്ങളിൽ എനിക്ക് ശരണം തരൂ നമ്മൾ പ്രാർത്ഥിക്കും. അപ്പൊ പ്രാർത്ഥിക്കുന്ന ഉദ്ദേശം എന്താണ് ശരിക്കും? അപ്പൊ അങ്ങനെ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന വാക്കുകളെ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുക കാര്യമാണ് അതിന്റെ ഉദ്ദേശം. അതാണ് ആക്ച്വൽ ടേക്കിംഗ് ഷെൽട്ടർ, അല്ലെങ്കിൽ ശരണം പ്രാപിക്കുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം എപ്പോഴും സേവനം ചെയ്യാനുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പം അത്രയും ഉയർന്ന ഭക്തനായതുകൊണ്ടാണ് നമുക്കിവിടെ അറിയാൻ സാധിക്കും, നിത്യാനന്ദ പ്രഭു നവതിയിൽ വന്ന സമയത്തൊക്കെ ഈ സദാശിവ പണ്ഡിതൻ എന്ന ഭക്തന്റെ ഗൃഹത്തിലായിരുന്നു അദ്ദേഹം വസിച്ചത്. അറിയാൻ സാധിക്കും, ആത്മാർത്ഥത സേവനം ചെയ്യുന്ന വ്യക്തികളുടെ അടുത്തായിരിക്കും ഭഗവാന്റെ പാർഷദന്മാരും എപ്പോഴും വന്ന് സംഘം ചെയ്യുന്നതും. അങ്ങനത്തെ ഒരു സ്ഥലത്തായിരിക്കും അവരെപ്പോഴും നിൽക്കുന്ന ആഗ്രഹിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കില്ല. ഏതൊരു വ്യക്തിയാണ് ആത്മാർത്ഥമായിട്ടും ഭഗവാന് സേവനം ചെയ്യുന്നത്, ആ വ്യക്തിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഭഗവാന്റെ ഭക്തന്മാരെ സേവനം ചെയ്യാനുള്ള അവസരവും നമുക്ക് കിട്ടുന്നത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ആക്ച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ചൈതന്യ ഭാഗത്തില് വൃന്ദാവൻദാസ് ഠാക്കൂർ അദ്ദേഹം വന്നിട്ട് ഇതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ഇവിടെ ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാം, കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി എപ്പോഴും അദ്ദേഹം എവിടെയൊക്കെ ആക്ച്വലി വൃന്ദാവൻദാസ് ഠാക്കൂർ എന്തെങ്കിലും ഒരു കാര്യങ്ങളെ പറ്റിയൊക്കെ കൂടുതലായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടോ അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യും. അതാണ് ആക്ച്വലി ഒരു ഓഥറിന്റെ ശരിയായിട്ടുള്ള ലക്ഷണം. അതാണ് ഒരു വ്യക്തിയുടെ ശരിയായിട്ടുള്ള മൂഡ്. കാരണം ഒരിക്കലും ഒരു ആചാര്യൻ എഴുതിയതിനെ പറ്റി വീണ്ടും നമ്മൾ സംസാരിക്കാനോ എഴുതാനോ പാടില്ല. അപ്പൊ ആചാര്യൻ എഴുതിയ ഭാഗങ്ങൾ നമ്മൾ അതേപോലെ അത് അവിടെ ഉണ്ടെന്ന് റെഫറൻസ് കൊടുക്കുക. പിന്നെ ഇല്ലാത്ത അദ്ദേഹം പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ഫുള്ളായിട്ട് പറഞ്ഞില്ലെങ്കിൽ ബാക്കിയുള്ള ലീലകളായിരുന്നു ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കണം ഒരു ഭക്തന്റെ മൂഡും, എങ്ങനെയായിരിക്കണം ഒരു ഭക്തൻ ഒരു ഗ്രന്ഥം എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ മൂഡ് എന്തായിരിക്കും എന്ന് ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി നമുക്ക് പഠിപ്പിച്ചു തരാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ശ്ലോകം 35.
ശ്രീനൃസിംഹ ഉപാസക പ്രദ്യുമ്ന ബ്രഹ്മചാരി പ്രഭു താന്റെ നാമ കൈല നൃസിംഹാനന്ദകാരി. ശ്രീനൃസിംഹ ഉപാസക പ്രദ്യുമ്ന ബ്രഹ്മചാരി പ്രഭു താന്റെ നാമ കൈല നൃസിംഹാനന്ദകരി. ശ്രീനൃസിംഹ ഉപാസക പ്രദ്യുമ്ന ബ്രഹ്മചാരി പ്രഭു താന്റെ നാമ കൈല നൃസിംഹാനന്ദപുരി. ശബ്ദാർത്ഥം: ശ്രീ നൃസിംഹ ഉപാസക, നരസിംഹ ഉപാസന, പ്രദ്യുമ്ന ബ്രഹ്മചാരി പ്രഭു ചൈതന്യ മഹാപ്രഭു താന്റെ അദ്ദേഹത്തിന്റെ നാമം കൈല മാറ്റി നൃഷിമാനന്ദ കരി അങ്ങനെ ഒരു നാമത്താൽ. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തൻ പ്രഭുപാൽ പ്രഭുപാൽ. 13-ാമത്തെ ശാഖ പ്രദ്യുമ്ന ബ്രഹ്മചാരിയായിരുന്നു. അദ്ദേഹം നരസിംഹ ഭഗവാന്റെ ആരാധകനായിരുന്നതിനാൽ ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ നാമം നൃസിംഹാനന്ദ ബ്രഹ്മചാരി എന്ന് മാറ്റി. ഭാവാർത്ഥം: പ്രദ്യുമ്ന ബ്രഹ്മചാരിയെ കുറിച്ച് ചൈതന്യചരിതാമൃതം അന്ത്യലീല 2-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. നൃസിംഹാനന്ദൻ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിനാൽ പുനർനാമകരണം ചെയ്യപ്പെട്ട അദ്ദേഹം ഒരു മഹാഭക്തനായിരുന്നു. ചൈതന്യ മഹാപ്രഭു പാനിഹട്ടിയിലുള്ള രാഘവ പണ്ഡിതന്റെ ഭവനത്തിൽ നിന്ന് ശിവാനന്ദന്റെ ഭവനത്തിലേക്ക് വരുന്നതിനിടയിൽ നൃസിംഹാനന്ദ ബ്രഹ്മചാരിയുടെ ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് തെളിയിക്കുന്നതിന് നൃസിംഹാനന്ദ ബ്രഹ്മചാരി, ജഗന്നാഥൻ, നൃസിംഹദേവൻ, ചൈതന്യ മഹാപ്രഭു എന്നീ 3 ശ്രീമൂർത്തികളുടെയും നിവേദ്യം തന്റെ ആഹാര പദാർത്ഥങ്ങളായി സ്വീകരിക്കുമായിരുന്നു. ഇത് ചൈതന്യചരിതാമൃതം അന്ത്യലീല 2-ാം അധ്യായം 48 മുതൽ 78 വരെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു കുലിയ ഗ്രാമത്തിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് പോകുന്നതിനായി വിവരം ലഭിച്ച നരസിംഹാനന്ദൻ ധ്യാനത്തിൽ മുഴുകുകയും മനസ്സുകൊണ്ട് കുലിയ മുതൽ വൃന്ദാവനം വരെ വളരെ മനോഹരമായ ഒരു പാത നിർമ്മിച്ച് തുടങ്ങുകയും ചെയ്തു. എന്നാൽ പെട്ടെന്ന് തന്റെ ധ്യാനത്തിൽ നിന്ന് ഉണർന്ന നൃസിംഹാനന്ദൻ ഇത്തവണ മഹാപ്രഭു വൃന്ദാവനത്തിലേക്ക് പോവുകയില്ലെന്നും കാനായി നടശാല എന്ന സ്ഥലം വരെ മാത്രമേ അവിടുന്ന് യാത്ര ചെയ്യുകയുള്ളൂവെന്നും മറ്റു ഭക്തന്മാരോട് പറയുകയുണ്ടായി. മധ്യലീല 1-ാം അധ്യായം 155 മുതൽ 162 വരെയുള്ള ശ്ലോകങ്ങളിൽ ഇത് വിവരിച്ചിട്ടുണ്ട്. ഗൗരഗണോപദേശ 74 പറയുന്നു: ആവേശശ്ന തഥാ ജ്ഞേയോ മിശ്രേ പ്രദ്യുമ്ന സംജ്ഞാകെ. ശ്രീ ചൈതന്യ മഹാപ്രഭു പ്രദ്യുമ്ന മിശ്രന്റെ അഥവാ പ്രദ്യുമ്ന ബ്രഹ്മചാരിയുടെ നാമം നൃസിംഹാനന്ദ ബ്രഹ്മചാരി എന്ന് മാറ്റി. കാരണം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നരസിംഹദേവൻ പ്രത്യക്ഷനായിരുന്നു. നരസിംഹ ഭഗവാൻ പതിവായി അദ്ദേഹത്തോട് സംസാരിക്കുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പം 13-ാമത്തെ ശാഖയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അത് പ്രദ്യുമ്ന ബ്രഹ്മചാരി എന്നൊരു മഹാഭക്തനായിരുന്നു. അപ്പം അദ്ദേഹം നരസിംഹ ഭഗവാന്റെ വളരെ ആരാധകനായിരുന്നു. അപ്പം നമുക്കറിയാം ഓരോ വ്യക്തികൾക്കും ഭഗവാന്റെ ഓരോരോ രൂപങ്ങളോട് ഒരു ആസക്തി ഇവർക്കുണ്ടാവും, അറ്റാച്ച്മെന്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഭക്തന് നരസിംഹ ഭഗവാനോടായിരുന്നു വളരെ ഒരു അറ്റാച്ച്മെന്റ്. അപ്പൊ അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ മൂഡ് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിന് നരസിംഹാനന്ദ ബ്രഹ്മചാരി അല്ലെ, നരസിംഹ ഭഗവാനെ പറ്റി ആനന്ദം നേടുന്ന അല്ലെ, അതേപറ്റി ഓർത്ത് ആനന്ദം നേടുന്ന ഒരു ബ്രഹ്മചാരി എന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ പേര് മാറ്റിയത്. അപ്പം ഇതിനെപ്പറ്റി അന്ത്യലീലയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ പ്രദ്യുമ്ന ബ്രഹ്മചാരി ഭഗവാനെ പറ്റി ഓർക്കുകയും അദ്ദേഹത്തിന് മെഡിറ്റേഷനിലൂടെ ആക്ച്വലി ഭഗവാന്റെ പല പല ആക്ടിവിറ്റീസിനെ പറ്റി കാണാൻ സാധിക്കുകയും അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം ചൈതന്യ മഹാപ്രഭു നമുക്കറിയാം രാഘവ പണ്ഡിതൻ പാനിഹാട്ടിലുള്ള സമയത്ത് അദ്ദേഹം രാഘവ പണ്ഡിതന്റെ ഭവനത്തിൽ നിന്ന് ശിവാനന്ദ സേൻ എന്ന് പറഞ്ഞൊരു ഒരു ഭക്തനുണ്ട്. അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് പോകുന്ന സമയത്ത് വെച്ചാണ് ഈ നരസിംഹാനന്ദ ബ്രഹ്മചാരി അല്ലെങ്കിൽ പ്രദ്യുമ്ന ബ്രഹ്മചാരിയെ പരിചയപ്പെടുന്നത്. അപ്പം അതായത് ശരിക്കും നോക്കുകയാണ് ഈ ബ്രഹ്മചാരിയുടെ ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഇതിൽ പറയുന്നത് ആക്ച്വലി. അപ്പം ഇത് മനസ്സിലാക്കിയ ഈ നരസിംഹാനന്ദ ബ്രഹ്മചാരി അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ 3 മൂർത്തികളെ ആരാധിക്കുകയായിരുന്നു അല്ലെ. അപ്പൊ 3 മൂർത്തികൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? നമുക്കിവിടെ അറിയാം. ഇവിടെ ഇതിൽ പറയുന്നു അല്ലെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ജഗന്നാഥൻ, നരസിംഹദേവൻ, ചൈതന്യ മഹാപ്രഭു. അപ്പൊ 3 അല്ലെ. അപ്പൊ ഈ 3 പേരെയും ആക്ച്വലി ഈ ഒരു നരസിംഹാനന്ദ ബ്രഹ്മചാരി അദ്ദേഹം എന്ത് ചെയ്യും? പ്രസാദം സമർപ്പിച്ച ശേഷം 3 പേർക്കും പ്രസാദം സമർപ്പിച്ച ശേഷം അത് ഭോഗം സമർപ്പിച്ച് പ്രസാദമായിട്ടാണ് അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്നു ഉള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ കാരണം ഇദ്ദേഹത്തിന് ഈ നരസിംഹാനന്ദ ബ്രഹ്മചാരിക്ക് ഒരു പ്രത്യേക അനുഗ്രഹം അദ്ദേഹത്തിനുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അദ്ദേഹം അത്രയും പ്യൂർ ആയതുകൊണ്ട് ഇല്ല, എത്രത്തോളം പ്യൂർ ആണോ അത്രത്തോളം നമുക്ക് ഭഗവാനെ പറ്റി ഒരു വ്യക്തിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നരസിംഹാനന്ദ ബ്രഹ്മചാരിക്ക് ചൈതന്യ മഹാപ്രഭുവിടെ ചില ആക്ടിവിറ്റീസ് ഒക്കെ അല്ലെ, അദ്ദേഹത്തിന്റെ ലീലകളൊക്കെ അദ്ദേഹത്തിന് കാണാനും മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ നമുക്കറിയാം ചൈതന്യ മഹാപ്രഭു എങ്ങനെയാണ് കുലിയിൽ നിന്ന് അദ്ദേഹം തിരിച്ച് വൃന്ദാവനത്തിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് അദ്ദേഹം പോകുന്ന സമയത്ത്
ഈ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു നരസിംഹാനന്ദ ബ്രഹ്മചാരി അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന് വേണ്ടി മെഡിറ്റേറ്റ് ചെയ്തിട്ട് എങ്ങനെ ചൈതന്യ മഹാപ്രഭു പോകുന്ന സ്ഥലങ്ങൾക്ക് നല്ലൊരു പാത നമ്മൾ നിർമ്മിച്ചു കൊടുക്കുകയും വളരെ ലളിതമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പാത നിർമ്മിച്ച് വളരെ ഒരു സുഖകരമായിട്ടുള്ള ഒരു യാത്ര ചൈതന്യ മഹാപ്രഭു നടക്കട്ടെ എന്ന ചിന്തയോടെയാണ് അദ്ദേഹം മനസ്സിൽ ധ്യാനം ചെയ്തത്. പക്ഷെ എന്ത് സംഭവിച്ചത്, പെട്ടെന്നാണ് ധ്യാനത്തിൽ ഒരു മുടക്കം വന്നു. കാരണം കനായ നടശാല എത്തുന്ന സമയത്ത് അവിടുന്ന് യാത്ര, കാരണം അതിനപ്പുറത്ത് ചൈതന്യ മഹാപ്രഭു യാത്ര ചെയ്യില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം ഇത് ശരിക്കും അതുപോലെയാണ് നടന്നത്. കാരണം ചൈതന്യ മഹാപ്രഭു കനായ നടശാല വരെ എത്തി തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പം ഇദ്ദേഹം അത് മെഡിറ്റേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അത്രയും അദ്ദേഹം ഭഗവാന്റെ അത്രയും ഡീപ്ലി അറ്റാച്ച്ഡ് ആയതുകൊണ്ട് അദ്ദേഹം മനസ്സിൽ മെഡിറ്റേറ്റ് ചെയ്തു. ഇങ്ങനെ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ അദ്ദേഹം ഇവിടുന്ന് യാത്ര ചെയ്ത് മുന്നോട്ട് പോകണം. പുലിയിൽ നിന്ന് യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് മനോഹരമായിട്ടുള്ള വൃക്ഷങ്ങളും പൂക്കളും പുഷ്പങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ അദ്ദേഹത്തിൽ പാതയിൽ ഇദ്ദേഹം ഒരുപാട് പുഷ്പങ്ങളൊക്കെ സമർപ്പിച്ചു. ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ അദ്ദേഹം യാത്ര ചെയ്ത് മുന്നോട്ട് പോയി. അപ്പൊ അങ്ങനെ അത് മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് മെഡിറ്റേഷൻ ബ്രേക്ക് ആയത്. കാരണം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ചൈതന്യ മഹാപ്രഭു ഈ പ്രാവശ്യം വൃന്ദാവനത്തിൽ പോവില്ല, അദ്ദേഹം കനായ നടശാല പറഞ്ഞ സ്ഥലത്ത് നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ അത് സംഭവിക്കുകയും ചെയ്തു ആക്ച്വലി നോക്കുകയാണെങ്കിൽ. അപ്പം ചില ഭക്തന്മാർക്ക് ചിലപ്പോൾ ഒന്നും സമർപ്പിക്കാൻ ഇല്ലെങ്കിൽ കൂടി ഭക്തന്മാരുടെ ആക്ച്വലി നമ്മൾ ഭഗവാൻ എന്ന് പറയുന്നത് ഭാവഗ്രാഹി ജനാർദ്ദനൻ അല്ലെ, ഭാവമാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് പല പല ലീലകൾ നമുക്ക് അറിയാൻ സാധിക്കില്ലേ. ഒരു ഭക്തൻ നമുക്കറിയാം ഇതേപോലെ ലീലകൾ നടന്നു അല്ലെ. അപ്പൊ ഒരു ഭക്തന് ഒന്നും സമർപ്പിക്കാൻ ഇല്ലെങ്കിൽ കൂടി അദ്ദേഹം ഒരു ഭഗവാന് വേണ്ടിയിട്ട് അദ്ദേഹം മനസ്സിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ഖീർ അദ്ദേഹം സമർപ്പിച്ചല്ലോ, നല്ല രീതിയിൽ ഒരു പായസം ഉണ്ടാക്കി ഭഗവാന് സമർപ്പിക്കണം ഇല്ല. അപ്പൊ അദ്ദേഹം മനസ്സിൽ ഇതൊക്കെ ചിന്തിച്ചു. നല്ല നല്ല രീതിയിൽ അദ്ദേഹം പാലെടുത്ത് നല്ല രീതിയിൽ തന്നെ ചൂടാക്കി അതിൽ നല്ല രീതിയിൽ അദ്ദേഹം ഭക്തിയോടെ അത് കുക്ക് ചെയ്ത് സമർപ്പിച്ചു ഭഗവാൻ. അപ്പൊ സമർപ്പിക്കുന്ന തൊട്ട് മുമ്പായിട്ട് അത് ചൂടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇതൊക്കെ മനസ്സിലാണ് മെഡിറ്റേറ്റ് ചെയ്യാണ് അദ്ദേഹം. അപ്പൊ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അത് വിരലെടുത്ത് തൊട്ട് നോക്കിയ സമയത്ത് വിരൽ പൊള്ളിപ്പോയി. അപ്പൊ ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മെഡിറ്റേഷനിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ റിയലി പുറത്ത് പ്രസാദമോ അല്ലെങ്കിൽ പായസമോ അല്ലെങ്കിൽ കീറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ആ മെഡിറ്റേഷന്റെ ഇടയ്ക്ക് അദ്ദേഹം ചിന്തിച്ച് അത്രത്തോളം അബ്സോർഡ് ആയതുകൊണ്ട് അദ്ദേഹം ചൂടുണ്ടോ നോക്കാൻ വേണ്ടി ജസ്റ്റ് കൈ മുക്കുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. അപ്പൊ അതേ കൈ അതുപോലെ തന്നെ പുറത്തിരുന്നോണ്ട് താഴെ മുക്കി നോക്കി. അവിടെ മുക്കാൻ പായസം ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അവിടെ കൈ പൊള്ളി. അപ്പൊ അത്രത്തോളം മെഡിറ്റേഷനോടെയാണ് അദ്ദേഹം ഭഗവാനെ സേവനം ചെയ്യുന്നത്. അപ്പം അവിടെ ഭക്തി എന്ന് പറഞ്ഞ കാര്യമാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഒന്നും നമുക്ക് സമർപ്പിക്കാൻ ഇല്ലെങ്കിൽ കൂടി മനസ്സുകൊണ്ട് നമുക്ക് ഭഗവാനെ സമർപ്പിക്കാം, മനസ്സുകൊണ്ട് സ്മരിക്കാം, സമർപ്പിക്കാം എന്നുള്ള തത്വമാണ് ആക്ച്വലി നമുക്ക് ഈ ഭക്തന്മാർക്ക് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെ. നമുക്ക് ചിലപ്പോൾ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ പ്രസാദം കൊടുക്കുന്ന ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അദ്ദേഹത്തിന് കൊടുക്കാൻ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് എന്താ സ്നേഹത്തോടെ അല്ലെ. പത്രം പുഷ്പം ഫലം ദവും യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തി ഉപരം അസ്നാമി പ്രിയതാത്മന അല്ലെ. പത്രം പുഷ്പം ഫലം ദവും യോമേ ഭക്തിയാ പ്രയച്ഛതി. അപ്പോൾ നമ്മൾ എന്ത് സമർപ്പിക്കുന്നു ഭക്തിയോടെ പ്രേമത്തോടെ സ്നേഹത്തോടെ സമർപ്പിക്കണം എന്നുള്ള തത്വമാണ് ആക്ച്വലി ഭഗവാൻ നോക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്റൻഷനാണ് അവിടെ ഇമ്പോർട്ടന്റ്. നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി നമ്മൾ ഭക്തിയോട് ഭഗവാൻ സമർപ്പിച്ചില്ലെങ്കിൽ ഭഗവാൻ അത് സ്വീകരിക്കില്ല. പക്ഷെ അതേസമയത്ത് നമ്മൾ വളരെ ലളിതമായിട്ട് ഒരു വെള്ളമോ ഒരു പൂവോ പുഷ്പമോ ജലമോ ഒക്കെ കൂടി നമ്മൾ ഒരു സമർപ്പിക്കുകയാണെങ്കിലും, പക്ഷെ അത് പൂർണ്ണ ഭക്തിയോടെ നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ ഭഗവാൻ അത് സ്വീകരിക്കുന്നതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മുടെ ഭക്തിയാണ് എപ്പോഴും ഇമ്പോർട്ടന്റ്. നമ്മൾ ചെയ്യുന്ന ഓരോ സേവനങ്ങളിലും നമ്മൾ എത്രത്തോളം അത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഉള്ള ആ മൂഡോടെ ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥമായിട്ടുള്ള ഭഗവാന് വേണ്ടിയിട്ടുള്ള ഒരു ലവിങ് ഓഫറിംഗ് ആയിട്ട് അത് മാറുന്നതുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ ലീലകളോടൊക്കെ. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഈ നരസിംഹാനന്ദ ബ്രഹ്മചാരി മെഡിറ്റേഷനിലൂടെ ആക്ച്വലി ഭഗവാൻ സേവനം ചെയ്യാണ് ചെയ്യുന്നത് ആക്ച്വലി ഇങ്ങനെ. അപ്പൊ അത്രത്തോളം അറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ഡീപ്ലി മെഡിറ്റേറ്റ് ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചത് എന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന് നരസിംഹാനന്ദ ബ്രഹ്മചാരി എന്ന് പറയാൻ കാരണം. അപ്പൊ അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമാണ് നമ്മൾ ഈ ഒരു ലീല. ഇതിൽ നമുക്ക് അന്ത്യലീലയിൽ അത് വരും ആക്ച്വലി ചൈതന്യനാമത്തിനെ പറ്റി. കാരണം അദ്ദേഹത്തിന് പലതവണയായിട്ട് ഈ നരസിംഹാനന്ദ ബ്രഹ്മചാരിക്ക് നരസിംഹദേവൻ പ്രത്യക്ഷമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നരസിംഹദേവൻ അദ്ദേഹമായിട്ട് വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അടുത്ത ശ്ലോകം 36. നാരായണ പണ്ഡിത ഏക ബഡായി ഉദാര ചൈതന്യ ചരണ വിനു നാഹി ജാനെ ആരാ. നാരായണ പണ്ഡിത ഏക ബഡായി ഉദാര ചൈതന്യ ചരണ വിനു നാഹി ജാനെ ആരാ. നാരായണ പണ്ഡിത ഏക ബഡായി ഉദാര ചൈതന്യ ചരണ വിനു നാഹി ജാനെ ആരാ. ശബ്ദാർത്ഥം: നാരായണ പണ്ഡിതൻ ഏക ഒന്ന്, ബഡയി വളരെ, ഉദാരമായി, ചൈതന്യ പാദങ്ങൾ, വിനു ഒഴികെ, നാഹി ഇല്ല, ജാനെ അറിയുക, ആര മറ്റൊന്നും. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് വേചരണാനന്ദ ഭക്തി സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് കി ജയ്. ഭാവാർത്ഥം: നാരായണ പണ്ഡിതൻ ശ്രീവാസ് ഠാക്കൂറിന്റെ ഒരു സഹവാസി ആയിരുന്നു. അദ്ദേഹം
ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ ശ്രീവാസന്റെ സഹോദരനായ ശ്രീരാമ പണ്ഡിതന്റെ കൂടെ ജഗന്നാഥ് പുരിയിൽ പോയി ഇരുന്നുവെന്നും ചൈതന്യ ഭാഗവതം അന്ത്യഖണ്ഡം 8-ാം അധ്യായം 36-ാം ശ്ലോകത്തിൽ പറയുന്നു. അപ്പൊ അടുത്ത ഒരു ശാഖയാണ് 14-ാമത്തെ ശാഖ എന്ന് പറയുന്നത്. ഒരു വളരെ മഹാനായും ഒരു ഉദാരമായിട്ടുള്ള ഒരു ഭക്തനാണ്. അദ്ദേഹത്തിന്റെ പേരാണ് നാരായണ പണ്ഡിതൻ എന്ന് പറഞ്ഞ ഒരു ഭക്തനാണ്. കാരണം അദ്ദേഹം എന്ന് പറഞ്ഞാൽ ചൈതന്യ മഹാപ്രഭുയുടെ ആശ്രയമില്ലാതെ വേറെ നമുക്ക് ഒന്നിനെ അറിയാൻ സാധിക്കില്ല, ആശ്രയം അറിവില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം കാണിച്ചു തന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അത്രത്തോളം ചൈതന്യ മഹാപ്രഭുവിനെ അറ്റാച്ച്ഡ് ആയിരുന്നു. കാരണം ചൈതന്യ മഹാപ്രഭു അല്ലാതെ വേറൊരു സത്യമില്ല എന്നുള്ള ചിന്താഗതിയോടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പം ഈ ഒരു നാരായണ പണ്ഡിതൻ എന്ന് പറഞ്ഞ അദ്ദേഹം ശ്രീവാസ് ഠാക്കൂറിന്റെ ഒരു സഹവാസിയായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു എപ്പോഴും നമുക്കറിയാം ശ്രീവാസ് ഠാക്കൂറിന്റെ ഗ്രഹത്തിലാണ് എപ്പോഴും പോകുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ എല്ലാ ലീലകളും നടന്നത് നോക്കുകയാണെങ്കിൽ ശ്രീവാസ് ഠാക്കൂറിന്റെ ഗ്രഹത്തിലാണ്. പല പല മഹാപ്രകാശ രീതിയും പല പല ഉയർന്ന ലീലകളും ഒക്കെ നടന്നത് അവിടെയാണ്. അപ്പം ഈ മഹാപ്രഭുവിനെ കാണാൻ ശ്രീവാസ് ഠാക്കൂർ ശ്രീവാസിന്റെ സഹോദരൻ ശ്രീരാം പണ്ഡിതന്റെ കൂടെ ജഗന്നാഥ് പുരിയിൽ പോയിരുന്നു എന്നാണ് ചൈതന്യഭാഗവതം അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ ശ്രീവാസ് ഠാക്കൂറിന്റെ സഹോദരനാണ് ശ്രീരാം പണ്ഡിതൻ. അപ്പൊ ശ്രീരാം പണ്ഡിതന്റെ കൂടെയാണ് ജഗന്നാഥ് പുരിയിൽ ഈ ഒരു നാരായണ പണ്ഡിതൻ എന്ന ഭക്തൻ ജഗന്നാഥ് പുരിയിൽ പോയിരുന്നു എന്ന് ഇവിടെ പറയുന്നു, ചൈതന്യ ഭാഗവതത്തിൽ പറയുന്നു. അപ്പൊ അതാണ് ഇവിടെ ഇത് പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് ഇവിടെ എന്തായാലും 5:45 ആവാനായി. അപ്പോ 36 വെച്ച് നിർത്താം. ഇനി നമുക്ക് ഇനിയും കുറെ ബ്രാഞ്ചുകളുണ്ട്. ഇനി വരുന്ന ക്ലാസ്സുകൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് പൊതുവെ നമുക്കൊരു ചൈതന്യ മഹാപ്രഭുവിന്റെ വളരെ വിശിഷ്ടമായിട്ടുള്ള ഉയർന്ന ഭക്തന്മാരെ പറ്റിയുള്ള ലീലയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പൊ എത്രത്തോളം ഈ ഭക്തന്മാരെ പറ്റി നമ്മൾ ഓർക്കുന്നുവോ അത്രത്തോളം അവരുടെ നല്ല ഗുണങ്ങളെ പറ്റി നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നു, അത്രത്തോളം നമുക്ക് ആ നല്ല ഗുണങ്ങൾ വന്നു ചേരുന്നതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. നമുക്ക് ഓരോ ഭക്തന്മാരെ പറ്റി അറിയുന്നതും നമുക്ക് എത്രത്തോളം ആ ഭക്തന്മാരെ പറ്റി അറിയുന്നു അത്രത്തോളം നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന് സന്തോഷം കിട്ടും ആക്ച്വലി. കാരണം എന്താണ്, നമ്മൾ ആ ഭക്തന്മാരെ പറ്റി ചിന്തിക്കുകയും ആ ഭക്തന്മാരെ പറ്റി അവരെ പോലെ ആവാൻ നമ്മൾ ശ്രമിക്കുക എന്നതാണ് നമുക്ക് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് എൻഡ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. താങ്ക് യു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. പ്രണാമം. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാം. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അപ്പം വന്നു ചേർന്ന ഭക്തന്മാർക്ക് വിനീതമായ നന്ദി. ഇപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. ശ്രീ ചൈതന്യ ചരണമെങ്കിൽ ജയ്. ശീല പ്രഭുപാദ് കി ജയ്. സമവേത ഗൗരവ ഭക്തവൃന്ദ കി ജയ്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ.